നമസ്കാരം. പശ്ചിമേഷ്യയെ യുദ്ധഭീതിയിലാക്കി അങ്ങനെ ഇസ്രായേൽ ഇപ്പോൾ ഇറാനെ ആക്രമിച്ചിരിക്കുകയാണ്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ പ്രതിരോധ സേന ഇപ്പോൾ ആക്രമണം നടത്തിയെന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ശക്തമായ സ്ഫോടനങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ഇറാനിയൻ മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ മാധ്യമങ്ങളും ഈ ഒരു ആക്രമണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്നാണ് വിവരം. അതേസമയം എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്, എവിടെയൊക്കെയാണ് ഇത്തരത്തിൽ സ്ഫോടനം നടത്തിയത് എന്നതിനെക്കുറിച്ച് കൃത്യമായ വിവരം ലഭ്യമായി വരുന്നതേയുള്ളൂ. അതേസമയം ഇതിന് മറുപടിയായി ഇറാൻ മിസൈൽ ആക്രമണം നടത്താനുള്ള സാധ്യത കണക്കിലെടുത്ത് ഇസ്രായേൽ തങ്ങളുടെ പൗരന്മാർക്കിപ്പോൾ കർശന നിർദ്ദേശമാണ് നൽകിക്കഴിഞ്ഞത്. ഇസ്രായേലിലെ എല്ലാ പൗരന്മാരും സുരക്ഷിത കേന്ദ്രങ്ങൾക്ക് സമീപം തന്നെ തുടരണമെന്ന് IDF വൃത്തങ്ങൾ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഇസ്രായേൽ ലക്ഷ്യമാക്കി മിസൈലുകൾ വരാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് പൊതുജനങ്ങളെ സജ്ജമാക്കുന്നതിനുള്ള മുൻകരുതൽ നടപടിയാണിതെന്ന് സൈന്യം വ്യക്തമാക്കി കഴിഞ്ഞു. എന്തായാലും അത്യാവശ്യമില്ലാത്ത എംബസി ജീവനക്കാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഇസ്രായേലിൽ നിന്ന് മടങ്ങാൻ US അനുമതി നൽകിയിരുന്നു. ഇറാനിൽ അമേരിക്കൻ ആക്രമണ ഭീഷണി നിലനിൽക്കുന്നതിനിടയിലാണ് ഇസ്രായേലിലെ US അംബാസിഡർ മൈക്ക് ഹക്കബി ജീവനക്കാർക്ക് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു സന്ദേശം അയക്കുന്നത്. രാജ്യം വിടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അങ്ങനെ ചെയ്യണം. US അംബാസിഡർ അയച്ച ഇമെയിൽ സന്ദേശത്തിൽ ഇങ്ങനെ വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വലിയൊരു സ്ഫോടനം ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. അതേസമയം പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും വലിയൊരു ജാഗ്രത കൊണ്ടാണ് ഈ തീരുമാനമെന്നും കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വ്യക്തമാക്കിയിരുന്നു. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് US അംബാസിഡർ ജീവനക്കാർക്ക് ഇത്തരത്തിലൊരു മുൻകരുതൽ സന്ദേശം അയച്ചതും. വിമാന ടിക്കറ്റുകൾക്ക് ഡിമാൻഡ് ഉണ്ടാകാനുള്ള സാധ്യതയും സന്ദേശത്തിലുണ്ട്. പോകുന്നുവെങ്കിൽ രാജ്യത്തു നിന്ന് വേഗത്തിൽ പുറത്തു കടക്കുന്നതിനായിരിക്കണം പ്രഥമ പരിഗണന വേണ്ടതെന്നും ഇതിൽ പറയുന്നു. ഇസ്രായേലിലേക്കുള്ള യാത്ര പുനഃപരിശോധിക്കണമെന്ന് വെള്ളിയാഴ്ച US പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. ഇറാനെതിരെയുള്ള ഒരു സാധ്യമായ ആക്രമണത്തിന് മുന്നോടിയായി പശ്ചിമേഷ്യയിലെ US സൈനിക വിന്യാസത്തിന്റെ ഭാഗമായി USS ജെറാൾഡ് യുദ്ധക്കപ്പൽ വടക്കൻ ഇസ്രായേലിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ദിവസം തന്നെയായിരുന്നു ഈ മുന്നറിയിപ്പുകൾ വന്നതെന്നതും ശ്രദ്ധേയമാണ്. USS ജെറാൾഡ് കൂടാതെ അമേരിക്കയുടെ ഡസൻ കണക്കിന് സ്റ്റെൽത്ത് F-22 ഫൈറ്റർ ജെറ്റുകളും ഇസ്രായേലി താവളങ്ങളിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. ആണവ കരാറുമായി ബന്ധപ്പെട്ട് അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെ തന്നെയാണ് സൈനിക വിന്യാസങ്ങളും നടക്കുന്നത്. വ്യാഴാഴ്ച ജനീവയിലായിരുന്നു അവസാനമായി ചർച്ച നടന്നത്. എന്നാൽ കരാർ സംബന്ധിച്ച് USഉം ഇറാനും കാര്യമായ അകൽച്ച നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു ഉടമ്പടി സാധ്യമാണോ എന്ന് വ്യക്തമായിരുന്നില്ല. സ്ഥിതിഗതികൾ വഷളായി തുടരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഇസ്രായേൽ ഇപ്പോൾ ഇറാനെ കടന്നാക്രമിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള സ്ഫോടനങ്ങളാണ് നടന്നിരിക്കുന്നത്.